ഇവിടെ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മരത്തെത്തി ഇനി അങ്ങോട്ട് പോയി നോക്കാം. ഇതാണെന്ന് വിചാരിക്കും. പല ഭാഗത്തും ഉണ്ടാവുമായിരിക്കുമല്ലേ. ഹൗസ് ബോട്ടുകളൊക്കെ വരുന്ന ഭാഗത്താണ്. ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട്. കുറേ വർക്കില്ലാണ്ടിരിപ്പുണ്ട്. ആണോ വഴിയെന്നറിയില്ല. പോയി നോക്കാം. ആലുമണിയായപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇനി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം, വെള്ളം കുടിക്കണം. എൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ഹൗസ് ബോട്ടുകൾ ഈ ഭാഗത്താണെന്ന് വിചാരിക്കണം. ഞാൻ ചേട്ടനോട് ചോദിക്കാറുണ്ട് ശരിക്കും കുമരകം. ആ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ഇതാണോ കുമരകത്തിൻ്റെ ശരിക്കുള്ള കാണാനുള്ള കാഴ്ച? ഞാൻ അങ്ങോട്ടുണ്ടോയെന്നറിയില്ല. ആയാലും പോയി നോക്കാം. അങ്ങോട്ട് ഭയങ്കര വെയിലാണ്, അതാണ് പ്രശ്നം. ഹൗസ് ബോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അങ്ങനൊരു ഗുണമുണ്ട് ഇനി. പഴയ പോലെ ബോട്ടുകളുടെ ഒച്ചയൊന്നുമില്ല. പണ്ട് എറണാകുളം ചന്തയിൽ നിന്ന് ലോഡ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വഞ്ചികളാണ്. അത് ഈ പരിവാക്കി ആരോ ഒരാളാക്കിയതാണ്. ഇപ്പോൾ ലോഡിന് പകരം ആളെ കൊണ്ടുപോകുന്നതായി. ചരക്ക് പണ്ടൊക്കെ ഞങ്ങൾ ചന്തക്കുളം ഭാഗത്ത്, എറണാകുളം ചന്തക്കുളം ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ ഇത്തരം കെട്ടുവള്ളങ്ങളിൽ, കെട്ടുവള്ളം തന്നെ പറയണത്, കെട്ടുവള്ളം ഇതുപോലെയല്ല, വേറൊരു ഷേപ്പാണ് അതിന്. പായ ഉണ്ടാവും. ആ കെട്ടുവള്ളത്തിൽ ലോഡ് ചാക്ക് കണക്കിന് അരിയും സാധനങ്ങളൊക്കെ കയറ്റുന്നത് കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ്റെ കൂടെ വരുമ്പോഴേ ബ്രോഡ്വേയിൽ, മാർക്കറ്റിൽ, എറണാകുളം മാർക്കറ്റിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പം ഇങ്ങനെ ആക്കി. ആരോ ഒരാൾക്ക് തോന്നിയ ബുദ്ധി. എന്തായാലും ഇതിലെ കുറേ കാറുകളൊക്കെ പോകുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ഞാനെന്ന് വിചാരിക്കണം. സൈക്കിളിനാണ് ഇച്ചിരി ഒച്ചയൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. 50 കിലോമീറ്റർ തിരിച്ചു പോകാനുള്ളതാണ്. സർവീസിന് കൊടുക്കാറായി. അങ്ങോട്ട് വെയിലായോണ്ടേ എത്രത്തോളം കിട്ടുന്നറിയില്ല. ആളുകൾ ഈ ടൂറിസം പ്ലേസായിട്ട് പോലും ഈ തുണികളൊക്കെ ഉണക്കാൻ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിരുന്നത് എന്ത് ചീപ്പാണെന്നറിയാം. സായിപ്പന്മാർ ഇത് കാണാനാണോ ഇവിടുന്ന് വരുന്നത്? കുറേ മോശമാണോ അതൊക്കെ? ഒന്നും ചെയ്യരുത്. നമ്മുടെ നാടിൻ്റെ ഭംഗി കാണാൻ വേണ്ടി വരുന്നവരാ നമ്മുടെ ഉടുതുണി അലക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നതൊക്കെ എന്ത് ചീപ്പാണെന്നറിയാം. വളരെ മോശമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ കടലിനെ നടുക്കോട്ട് പോകേണ്ടി വരും. പിന്നെ ഒന്നും കാണണ്ടില്ല എന്ന് പറഞ്ഞാൽ അതേ നിവർത്തിയുള്ളൂ. ഒറ്റയ്ക്ക് അവിടെ എന്താണ് ഇവിടെ കാണാനുള്ളതെന്നറിയില്ല വ്യക്തമായിട്ട്. ഇവിടെ അങ്ങോട്ട് പോകുന്തോറും വെയിലാണ്. തിരിച്ചു വരുമ്പോഴേ എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. നമ്മുടെ സൂര്യൻ്റെ പാട്ടിട്ട് ഇനി രക്ഷയില്ല. കുട്ടിയോടെ ചൂണ്ടിയിടുന്നുണ്ട്.
അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പം ഇതിൽ അങ്ങനൊരു വഴിയുണ്ട്, അതിലങ്ങ് പോയി നോക്കാം. ഇതിൽ പോകുന്ന പറഞ്ഞു 2 മിനിറ്റ് ഇല്ലാത്തവിടെ പോവാം. പക്ഷെ നിറയെ ചവറും സാധനം കയറി കിടക്കുകയാണ്. എന്നാലും ഒരു പ്രത്യേക കാടും എല്ലാം കൂടിയായിട്ട് വൈബ്. കാറ് വന്നത് തിരിച്ചു പോയി, കാരണം അവർക്ക് ഇതിലേ വരാൻ പറ്റില്ല, നടന്നു തന്നെ. സൈക്കിളായിട്ട് സുഖമായിട്ട് നടന്ന് ഫാസ്റ്റായിട്ട് വരാം. ഓ, ഒരു മരം കാഞ്ഞിട്ടുണ്ട്, ഉണങ്ങിയൊക്കെ തോണിയിലും ഇടാം. കായലിൻ്റെ അരികത്ത് വരെ എത്താമെന്ന് പറഞ്ഞു ഉള്ളി. കായലിൻ്റെ പറ്റ വരെ വരാം. 2 മിനിറ്റ്. ഇതാണ് അങ്ങോട്ടാണ് പോണത് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വെയിൽ, അതുകൊണ്ട് ഇപ്പോൾ കുമരകം ഈ സ്ഥലത്ത് ഇതിൻ്റെ പേര് ചീപ്പുങ്കൽ സ്ഥലം പേര് വരെ തന്നെയാണ് ചീപ്പുങ്കൽ. ഇവിടെയൊക്കെ നിറയെ കാട് പിടിച്ചിരിക്കും. മുമ്പ് ആരും എന്തോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആരും നോക്കണില്ലെന്നാണ് ഈ ഭാഗത്തേക്ക്. ഹൗസ് ബോട്ടൊക്കെ കുറേ കലപ്പി കയറ്റിയിട്ടുണ്ട്. ആളുകളൊക്കെ ചൂണ്ടിട്ട് ചെറിയ മീനുകളൊക്കെ കിട്ടുന്നു. ഇനി അപ്പുറത്തുണ്ടോയെന്ന് അറിയണം, അപ്പുറത്തേക്ക് പോയി നോക്കാം. സൺസെറ്റ് ആവണമെങ്കിൽ അപ്പുറത്തേക്ക് പോയി നോക്കാം. ഓക്കെ, കിട്ടണമെന്നറിയില്ല, കാരണം നല്ല വെയിലാണ്. ആ ഭാഗത്തേക്കൊരു ഇഷ്ടംപോലെ ഔട്ട് സ്പോട്ടുകൾ പോകുന്നുണ്ട്, നല്ല വലിയ കായല. അങ്ങനെ ചീപ്പുങ്കൽ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ആളുകൾ ചൂണ്ടിയിട്ടുണ്ട്. ഭാഗത്ത് അത്യാവശ്യം മീൻ കിട്ടുന്നു. നല്ല ഒട്ടും ശബ്ദമില്ലാത്തൊരു ഏരിയയാണ്, നല്ല സുഖം നിശബ്ദമായൊരു ഏരിയ. ഇവിടുത്തെ ആളുകൾക്ക് നല്ല സുഖം. ഈ സിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ഹൗസ് ബോട്ടിനും ഇല്ല, അത്ര വെച്ചില്ല, വളരെ സിമ്പിളായിട്ടാവും. കാണാമെന്ന് വിചാരിക്കണം, ഇത് പിടിയില്ല. എന്തായാലും അപ്പുറത്തേക്കൊന്നും ഒരു സ്പീഡ് ബോട്ട് തന്നെയുണ്ട്, അതുകൊണ്ട് കണ്ടിട്ട് പോവാം. അപ്പുറത്തെ ഭാഗത്തുനിന്ന് വരുന്നതാണത്, ആ ഭാഗത്ത് എന്തോ ഉണ്ട്. അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ സ്പീഡൊന്നുമില്ല, കഷ്ടിച്ചിങ്ങനെ ഒച്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്പീഡ് കൂടി അത്യാവശ്യം. ഇതിലങ്ങ് പോയി നോക്കാം. കാടാണ്.
സൈക്കിളും കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നില്ല. നടന്ന പോലെ തന്നെ കണക്കാം. ഉണ്ടാവും. എത്തുന്ന പറഞ്ഞു കയറിന്ന് പോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഈ സാധനം ഉണ്ടെങ്കിൽ മറിഞ്ഞു വീഴും. പിള്ളേരെ കൊണ്ടിട്ടുള്ളൂ എൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് കാടുകൾ. അങ്ങനെ കായലൊന്നും കാണില്ല. സൈഡിലോട്ട് പോകാൻ പറഞ്ഞിട്ട് ഇതിപ്പോൾ കായൽ പോയിട്ട് ഇവിടെ ഏതായാലും ഇവിടെ കുറച്ച് എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. നല്ലത്. ഇനി ഇവിടെ നിന്നിട്ട് കഴിച്ചിട്ട് പോകാൻ നല്ലത്. ഇപ്പം തന്നെ മണി 4 മണി കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ഭക്ഷണം കഴിക്കാം. ബിസ്ക്കറ്റാണ്. എന്ത് ബിസ്ക്കറ്റാണെന്നറിയില്ല. ഗോതമ്പാണെന്നൊക്കെ എഴുതിയേക്കണം. ഗോതമ്പിൻ്റെ ബിസ്ക്കറ്റ് കഴിച്ചോട്ടെ. കഴിക്കണം. വെള്ളം കൊണ്ടുവന്നല്ല. കുറച്ചുകൂടെ നമ്മൾ പോകണമെന്നറിയില്ല. താഴെ പാസ് എന്നാലും കഴിച്ചിട്ട് പോവാം. പിന്നെ കിട്ടാമില്ല. എന്താ ബിസ്ക്കറ്റാണ്. ഉപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് പോയില്ലേ ചവിട്ടാനുള്ള എനർജിയില്ല. രാവിലെ 11 മണിക്ക് അടയും 2 മുട്ടയുടെ ബുൾസയും കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. 50 കിലോമീറ്റർ കഴിഞ്ഞു. അതുപോലെ എവിടെയെങ്കിലും വന്നിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ആ ഭാഗത്താണ് കായലാണ്. അങ്ങോട്ട് പോകണമെന്ന് പോണേ. അതാണ് പോയി നോക്കാം. ഇതാണ് ടൂറിസം. ചൂണ്ടയിലുണ്ടല്ലോ. ചൂണ്ടയിലുണ്ട്.
ഹൗസ് ബോട്ടുകളാണ് ഈ ഏരിയയിലുള്ള ആളുകളുടെ തന്നെ ഇരിക്കാം. ഇതൊക്കെ ഇതാണ് കുമരകത്തെ ഹൗസ് ബോട്ട് വിശേഷങ്ങൾ. അപ്പം ഞങ്ങളിപ്പോൾ ഹൗസ് ബോട്ടും പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. അവർ അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഇനി അപ്പുറത്തേക്കാനും പോവാം. കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാമെന്ന് കരുതുന്നു. സൂര്യാസ്തമയമായിട്ടില്ല, സൂര്യാസ്തമയമാവും ഇപ്പം തന്നെ. അടുത്തുമ്പോഴേക്കും ആവുമെന്നറിയില്ല, എത്ര സമയം എടുക്കുമെന്നറിയില്ല. പോയി നോക്കാം. കുറച്ച് ദൂരമൊക്കെ വണ്ടികൾ വരും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്, കുമരകം. ഇന്നുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് കുമരകത്തേക്ക് വരുന്നത്. അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പം ഇതാണ് കുമരകത്തെ ഒരു ഭാഗത്തെ വിശേഷങ്ങൾ. ഞാൻ അപ്പുറത്തേക്ക് ഒന്നും കൂടി പോയി നോക്കാം. ആ ഭാഗത്തേക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോക്കിയിട്ട് കിട്ടേണ്ട വല്ലതൊന്നും എനിക്കറിയില്ല കേട്ടോ. ആ സ്കൂട്ടി കയറാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് കുറച്ച് മുന്നോട്ട് പോയിട്ട് നോക്കാം. ഇവിടെയൊക്കെ കുറേ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോയൽ റിവർ എന്നൊക്കെ പറയുന്നത് ഹോട്ടല് സാധനങ്ങളൊക്കെ. ഒറ്റയ്ക്ക് നടന്നു തന്നിട്ടുണ്ട്. വേറെ ഇച്ചിരി കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് ചവിട്ടി പോവാം. അപ്പുറത്തേക്കും കൂടി പോയിട്ട് നോക്കാം സംഭവം. ലേക്കിൻ്റെ അങ്ങോട്ടുള്ള വഴിയെന്നും പറഞ്ഞാൽ പോണത്. പോയി നോക്കാം. കുമരകം ലേക്ക് റിസോർട്ടും അവിടെ ഉണ്ടാവും. ഇത് പ്രൈവറ്റ് വഴിയാണ്. പോയി നോക്കാം. ഗ്രഹമ്പാണ് കേട്ടോ. വേറെ ഒരു കഴിക്കുന്നില്ല. ലേക്കിലേക്ക് പോകാനായിട്ട് റിസോർട്ട്.
വണ്ടി വരുന്നു. ഇതെന്നായിരിക്കണം. അപ്പം ഇതാണ് കുമരകം ലേക്ക്. അങ്ങോട്ട് പടിഞ്ഞാറായതുകൊണ്ട് നല്ല വെയിലാണ്. ആ ഭാഗത്തൊക്കെ കുറച്ച് എന്താണ് എടുക്കണമെന്ന് പോലും മനസ്സിലാവണില്ല. ഇതാണ് കുമരകം ലേക്ക്. ഞങ്ങളൊരു 5 മണിയായി ലേക്കിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ. ആ ഭാഗത്തൊക്കെ കുറച്ച് ബോട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നിന്ന് വന്നുണ്ട്. നിശബ്ദമായിരിക്കേണ്ട സമയം ഇപ്പോൾ ആള് വന്നു. ഈ രക്ഷയില്ല സംഭാഷണം.